ടേക്ക് കെയർ ഓഫ് യുവർ ഗട്ട് ടുഡേ ആൻഡ് ഇറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് യു ടുമാറോ. പ്രോബയോട്ടിക് എന്നത് ഇപ്പോൾ വളരെയധികം നമ്മൾ ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പ്രോബയോട്ടിക് കഴിക്കുക എന്നുള്ളത്. എൻ്റെ ഒ പി ഡിയിൽ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസിനോടും ഞാൻ ഗട്ട് മൈക്രോബയോംസിനെ കുറിച്ചും ഗട്ട് ഹെൽത്തിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറയാറുണ്ട്, ഡോക്ടർ ഞാൻ പ്രോബയോട്ടിക് കഴിക്കുന്നുണ്ട്, ഇത്ര ബില്യൺ കഴിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പ്രവണത അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് എന്നുള്ളത് ഒരുപാട് നമ്മൾ അതായത് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതായത് നമ്മളുടെ ഗട്ടിൽ മോർ ദാൻ 500 സ്പീഷീസ് ഓഫ് മൈക്രോബയോംസ് ഉണ്ട്. 3 ട്രില്യൻ്റെ മേലെയാണ് അവയുടെ നമ്പറുകൾ. അപ്പം പ്രോബയോട്ടിക് അധികരിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്, കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലെ ഓരോരോ ഡിസീസ്ഡ് കണ്ടീഷനിലും പർട്ടിക്കുലറായിട്ടുള്ള മൈക്രോബിയൽ സ്പീഷീസാണ് അവിടെ ഫെയ്ഡ് ആവുന്നത്. നമ്മളുടെ കൈരേഖ പോലെ അത് ഓരോന്നിനും യുണീക്കാണ്, പർട്ടിക്കുലറാണ്. അപ്പം ജനറലായിട്ടുള്ള ഈ ഒരു പ്രോബയോട്ടിക് ഇൻടേക്ക് ഒരിക്കലും നമ്മളെ ബെനിഫിഷ്യൽ ആക്കില്ല. മാത്രമല്ല നമ്മൾ ഈ കഴിക്കുന്ന പ്രോബയോട്ടിക് അത് നമ്മളുടെ വയറ്റിലുള്ള ആസിഡ് ലെവൽ അല്ലെങ്കിൽ pH ലെവൽ നോർമൽ അല്ലെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ നശിക്കപ്പെടുകയും ചെയ്യും. അപ്പം വെറുതെ പ്രോബയോട്ടിക് മാത്രം കഴിക്കാതെ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കേണ്ട മറ്റൊരു സാധനം കൂടെയാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മളുടെ വയറിനുള്ളിലുള്ള ആസിഡിനെ pH ലെവൽ നോർമലൈസ് ചെയ്യാനുള്ള മെഡിസിൻ കൂടെ. അങ്ങനെ വരുമ്പം ഇത് രണ്ടും യുണൈറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് നമുക്ക് ഏത് പ്രോബയോട്ടിക് സ്പീഷീസാണ് ആവശ്യം എന്ന് കണ്ടറിഞ്ഞ് കഴിക്കുമ്പോൾ മാത്രമേ നമുക്ക് പർട്ടിക്കുലറായിട്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് തിരിച്ചു വരാനുള്ള മൈക്രോബിയൽ ഫ്ലോറ റീജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജനറലായിട്ട് പ്രോബയോട്ടിക് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ തേടുകയും അത് എങ്ങനെ എപ്പോൾ ഏത് അവസ്ഥയിൽ കഴിക്കണം എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കലും ഒരു മെഡിസിൻ നമുക്ക് ഗ്രാൻഡ് ചെയ്ത് കഴിക്കാനുള്ളതല്ല. അത് പ്രോബയോട്ടിക് ആണെങ്കിലും വേറെ എന്ത് മെഡിസിൻ ആണെങ്കിലും അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പ്രോബയോട്ടിക് ഒരു മെഡിക്കൽ സൂപ്പർവിഷനും ഇല്ലാതെ നമുക്ക് ഓൺ ദ കൗണ്ടർ അവൈലബിൾ ആയതുകൊണ്ട് എടുത്ത് കഴിക്കാനുള്ളതല്ല. നേരെ മറിച്ച് നമ്മളുടെ കണ്ടീഷൻ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അതിൻ്റെ കൂടെ നമ്മളുടെ ഡൈജസ്റ്റീവ് ഹെൽത്തും കൂടെ അല്ലെങ്കിൽ pH ലെവൽ കൂടെ നോർമലൈസ് ചെയ്യുന്ന മെഡിസിൻ കൂടെ കഴിച്ചാലേ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഒരു ഡോക്ടറുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോയി കണ്ട് നിങ്ങളുടെ ആ ഒരു ശീലത്തെ മാറ്റിയെടുക്കുക. താങ്ക് യു. ധന്വന്തരി ആയുർവേദ മെഡിക്കൽ സെൻറ്റർ, അലൈൻ സെൻറ്റർ, ബർദുബായ്.